ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം സ്കൂളിൽ വെച്ചിട്ട് ഇന്റർവെൽ സമയത്ത് ചിപ്പിക്ക് സ്വീറ്റ്സ് കൊടുക്കാട്ടോ. അപ്പൊ കൂടെ സൂരജുണ്ട്. ഇതേ ഇന്ന് ചിപ്പി സ്വീറ്റ്സ് എടുക്ക് എന്ന് പറയാണ്. ഹായ്, സ്വീറ്റ്സ് ഇത് ആദ്യചേട്ടൻ വാങ്ങിച്ചതാണോ? ഏയ് അല്ല, അമ്മ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി അത് എടുക്കില്ല കേട്ടോ. എന്താ എന്താ ചിപ്പി എടുക്കാത്തെ? അത് ഞാൻ വിചാരിച്ചു ആദിചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്. അതെന്താ, അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതല്ലേ, പിന്നെ നിനക്ക് കഴിച്ചാലെന്താ? അത് എനിക്ക് എനിക്ക് വേണ്ട എന്ന് പറയാണ്. അതെന്താ, നീ കഴിച്ചാലേ? കഴിക്കേ, ഞാനല്ല തരുന്നത്, കഴിക്കെന്ന് പറയാണ്. ചിപ്പി കഴിക്ക് ചിപ്പി, ആദിചേട്ടൻ സ്നേഹത്തോടെ തരികയല്ലേടി നിനക്ക് എന്ന് സൂരജ് പറയുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് ചിപ്പി അതിൽ നിന്നൊരു സ്വീറ്റ്സ് എടുക്കുന്നുണ്ട്. എടാ സൂരജ്, നീ എടുക്കടാ എന്ന് ആദ്യം പറയാണ്. സൂരജും എടുക്കുന്നുണ്ട്. താങ്ക് യു എന്ന് പറയാണ്. രണ്ടുപേരും സ്വീറ്റ്സ് കഴിക്കാണ്. സൂരജ് പറയണ്ട്, ആഹാ കൊള്ളാലോ, നല്ല രുചിയുണ്ട് എന്ന് പറയാണ്. ആദ്യം പറയണ്ട്, അമ്മക്ക് ഇത് മാത്രല്ല ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ അറിയാം. ചിപ്പി, നിനക്ക് എന്താ ഞങ്ങളുടെ കൂടെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നാല് അവിടെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ നിനക്ക് അവിടെ വന്നാൽ എന്താ? ഞാൻ വരില്ല ആദിച്ചേട്ടാ, എനിക്ക് ആ ഡാഡിയുടെ കൂടെ നിന്നാ മതി, എനിക്ക് അമ്മയുണ്ടല്ലോ. എടി, അത് നിന്റെ അമ്മയാവില്ല ഒരിക്കലും. നിന്നെ പ്രസവിച്ചത് ആരാണോ അതാ അമ്മ. ഡാഡി മാറിയാലും ഒരിക്കലും അമ്മമാര് മാറില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പ്രസവിച്ച ആളാരാണോ അത് തന്നെയാണ് അമ്മ. നീ അമ്മയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷിതാമ്മയെ ഇഷ്ടം, ഇഷിതാമ്മനെ വിട്ട് ഞാൻ എവിടേക്കും വരില്ല എന്ന് പറയുമ്പോഴേക്കും ആദിക്ക് ദേഷ്യം വരട്ടോ. ആദിച്ചേട്ടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ആദിച്ചേട്ടൻ ഇപ്പൊ നിക്കണത് അയാളുടെ കൂടെയല്ലേ, ആകാശങ്ങളുടെ കൂടെ. അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ പിള്ളേരൊക്കെ കളിയാക്കണത് എന്ന് പറയാണ്. ഡാഡി അല്ലെന്നൊക്കെ പറഞ്ഞ പിള്ളേര് കളിയാക്കണത് അതുകൊണ്ടല്ലേ? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ സ്വീറ്റ്സ് ഫുള്ള് നിലത്തേക്ക് ഇടുവാണ്. ഇനി എന്റെ അടുത്ത് ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോകുക കേട്ടോ. അത് കാണുമ്പോഴേക്കും സൂരജ് പറയുന്നുണ്ട്, ചിപ്പി നീ എന്തിനാ ആദിച്ചേട്ടനെ പിണക്കിയത്? ആദിച്ചേട്ടൻ നിന്റെ അടുത്ത് സ്നേഹമൊക്കെ കാണിക്കുമായിരുന്നു, ഇപ്പൊ നീ പിണക്കേണ്ടിയിരുന്നില്ല. അത് സൂരജിട്ട് മനസ്സിലായില്ലേ? ആദിച്ചേട്ടൻ എനിക്ക് സ്വീറ്റ്സ് കൊണ്ടു തന്നതൊക്കെ നല്ല കാര്യമാണ്, ആദിച്ചേട്ടൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്വീറ്റ്സ് രചനാമ്മ മനഃപൂർവ്വം കൊടുത്തു വിട്ടതാ, എന്നെ ആദിച്ചേട്ടന്റെ കൂടെ അവിടേക്ക് എത്തിക്കാനായിട്ട്. അതെനിക്ക് മനസ്സിലായി എന്ന് സൂരജ് പറയുന്നുണ്ട്. ആദിച്ചേട്ടന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ആദിച്ചേട്ടൻ എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റുമെന്നില്ല, ആദിച്ചേട്ടൻ വന്നോളും എന്ന് ചിപ്പി പറയാട്ടോ. എന്നിട്ട് ചിപ്പി അവിടെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ സ്വപ്നവല്ലിനെയും മഞ്ജിമേനെയും അതുപോലെ തന്നെ കൈലാസിനെ ആട്ടോ. കൈലാസ് ഇങ്ങനെ ധ്യാനത്തിനിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഞ്ജിമയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മഞ്ജിമ പറയുന്നുണ്ട്, ഹായ് അമ്മേ, ഈ സാരി നമുക്ക് നന്നായിട്ട് അമ്മയുടെ മോൻ വിനോദ് അമ്മക്ക് ചേർന്ന സാരി തന്നെയാ എടുത്തന്നിരിക്കണത്, നിനക്കും നിന്റെ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് മഞ്ജിമേ എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ട്. എല്ലാമ്മേ, ഇത് വിനോദ് ഒറ്റക്ക് പോയി സെലക്ട് ചെയ്തതാണോ അതോ കൂടെ അനുഗ്രഹം പോയായിരുന്നോ? ഇല്ല, എന്റെ മോൻ അങ്ങനെ പെണ്ണുങ്ങളെ പുറകെ പോകുന്നവരൊന്നും അല്ല, അവൻ ഒറ്റക്ക് പോയി സെലക്ട് ചെയ്താണ്. അതൊന്നും അമ്മ പറയണ്ട, അവൻ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും പോയില്ലെന്നും അമ്മ പറയണ്ട. അപ്പുറത്ത് നൂറില് ഇഷിതയുടെ അനിയത്തി അവളായിട്ട് അവളുടെ പുറകേല് വിനോദ് തന്നെയല്ലേ പോയത്, സുചിത്രയുടെ പുറകിലെ. വർഷങ്ങളോളം അവൾക്ക് വേണ്ടി കാത്തിരുന്നവനല്ലേ വിനോദ്. ദേ, നീ അതൊന്നും പറയല്ലേ കേട്ടോ എന്ന് പറയാണ്. ദേ, അതിനെന്താമ്മേ, ഇവിടെ അതിന് ആരും ഇല്ലല്ലോ. അപ്പോഴേക്കും സ്വപ്നവലി വേഗം കൈലാസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കൈലാസ് ധ്യാനത്തിനിരിക്കുന്ന പോലെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഞ്ജു പറഞ്ഞ, അമ്മേ കൈലാസേട്ടൻ ധ്യാനത്തിലാണ്, ഇതൊന്നും ശ്രദ്ധിക്കില്ല, വേറെ ഏതോ ലോകത്താണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ലമ്മേ എന്ന് പറയാണ്. കൈലാസം മനസ്സിലാ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്രാമ ഇതിനിടയിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കട്ടെ ധ്യാനത്തിലിരിക്കുന്ന പോലെ. മഞ്ജു പറയുന്നുണ്ട്, എന്നാലും അമ്മേ ഈ വിവാഹ നിശ്ചയം നടത്തേണ്ടിയിരുന്നില്ല, ഉടനെ കല്യാണം നടത്തിയാൽ മതിയായിരുന്നു. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? അല്ല, സുചിത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, അതാണെങ്കിൽ അനുഗ്രഹക്കും അരുന്ധതി മേഡത്തിനും അറിയില്ല. ആ അനുഗ്രഹമാണെങ്കിൽ സുചിത്രനെ സ്വന്തം സഹോദരിനെ പോലെയാ കാണുന്നത്. സുചിത്രയും വിനോദം തമ്മിൽ ഇങ്ങനത്തെ ഒരു പ്രണയബന്ധം ഉണ്ടെന്ന് എങ്ങാനും അവൾ അറിഞ്ഞാലുണ്ടല്ലോ, അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറത്തേ ഉള്ളൂ. ഈശ്വര, വിനോദിന്റെ മുൻജന്മ സുഹൃതം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വിവാഹത്തിന് വന്നത്, അത് മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. മുടങ്ങുന്നില്ലമേ, പക്ഷെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് അധിക സമയമൊന്നും പോകണ്ട കേട്ടോ. ആ സുചിത്ര വിനോദം എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണെന്നാ കേട്ടത്. വല്ല സാരിത്തുമ്പ് മുറിച്ച് കഴുത്തി മുറുക്കിയോ അല്ല കൈനരമ്പ് മുറുക്കിയൊക്കെ ചെയ്ത് തന്നെ തീർന്നില്ലേ, വിവാഹം മുടങ്ങില്ലേ? അരുന്ധതി മേഡത്തിന്റെ അതുപോലത്തെ അനുഗ്രഹത്തിന് ചെവിലെത്തിയ ഈ വിവാഹം മുടങ്ങാതെ മാത്രല്ല, മഹേഷിന്റെ കേരള ചാപ്റ്റർ കൈവിട്ട് പോവുകയും ചെയ്യും. അത് നീ പറഞ്ഞത് ശരിയാണ്. ആ അരുന്ധതി മേഡം ഉണ്ടല്ലോ, അവരാണ് തീരുമാനിക്കുന്നത് ഈ കേരള ചാപ്റ്ററിന്റെ കാര്യം. അതവൻ പറയാറുണ്ട്, ഈ വിവാഹം എങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാ എന്റെ മോന്റെ കേരള ചാപ്റ്റർ കൈവിട്ട് പോകും. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വായിന്ന് ഒരിക്കലും ഇത് പുറത്തേക്ക് പോരുതെന്ന്. എടി, എന്റെ വായിന്ന് ഒരിക്കലും പുറത്തേക്ക് പോയില്ല, നിന്റെ വായിന്ന് പുറത്തേക്ക് പോകാതിരുന്നാ മതി അമ്മേ. ഞാനിത് ആരത്ത് പറയാനാ? ഞാൻ ആർത്തും പറയൊന്നുമില്ല, പക്ഷെ ആ നൂറിലുള്ളവർക്ക് ഈ സത്യം അറിയാവുന്നതല്ലേ. എന്താണ് സത്യമൊന്നും ആ അരുതീമയുടെ അനുഗ്രഹം അറിയാതിരിക്കാൻ വേണ്ടി നോക്കാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അമ്മ ഒരു
കാര്യം ചെയ്യ്, ഈ സാരിയെ കൊണ്ട് അലമാരയെ വെക്ക് എന്ന് പറയാണ്. അങ്ങനെ സ്വപ്നയിൽ സാരിയൊക്കെ പിറക്കിയെടുത്ത് അലമാരയെ വെക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാട്ടോ. വേഗം തന്നെ മഞ്ജിമ കൈലാസിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈശ്വര, ഈ ധ്യാനം എപ്പോഴാണോ തീരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോകുകയാണ്. കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ്, ധ്യാനത്തിനിരിക്കുമ്പോൾ ഉൾവിളിയൊക്കെ കേൾക്കുമെന്ന് പറയണത് ഇതുകൊണ്ടായിരിക്കും അല്ലെ. എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചൂടോടുകൂടി തന്നെ ആകാശ് സാറിന്റെ ചെവിയിലേക്ക് എത്തിക്കാം എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് വേഗം തന്നെ കൈലാസ് ആകാശിന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി പോവാട്ടോ. ഈ കാര്യങ്ങൾ ചൂടോടുകൂടി തന്നെ ആകാശിന്റെ ചെവിയിൽ എത്തിക്കാനായിട്ട് കൈലാസ് ഒരു ഹോട്ടലിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ആകാശാണെങ്കിൽ കൈലാസിനെ കാത്ത് അങ്ങനെ നിൽക്കുവാട്ടോ. ആ സാറ് വന്നിട്ട് ഒത്തിരി നേരമായോ? നീ വന്ന കാര്യം പറയടാ. അതെ, ഞാനേ നാളെ കഴിഞ്ഞിട്ടുള്ള വിവാഹ നിശ്ചയം മുടക്കാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. അത് മുടക്കാൻ നിന്റെ കയ്യിൽ വല്ല വഴിയുണ്ടോ? ഒരു വഴിയല്ല, ഒരുപാട് വഴികളുണ്ട്. ഒരു വെടിക്ക് ഒത്തിരി പക്ഷികൾ വീഴാൻ പോകുന്ന വഴി. അതെ, വിവാഹ നിശ്ചയം മുടങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ആശ്രമം തുടങ്ങാൻ വേണ്ടി സഹായിക്കോ ആകാശ് സാറ്? എടാ, നീ ആദ്യം നിന്റെ ശ്രമം എന്താന്ന് പറ. അതിനുശേഷം ആശ്രമം തുടങ്ങാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തോക്കോളാം. നീ കണ്ടുപിടിച്ച കാര്യം എന്താന്ന് പറയടാ. അതെ, ഞാൻ പെട്ടെന്നാണ് ഇന്നൊരു കാര്യം കേട്ടത്. അമ്മയും മോളും കൂടി സംസാരിക്കായിരുന്നു. ആരെ? എന്റെ ഭാര്യയുടെ അമ്മയും കൂടിട്ടെ. എന്താ സംസാരിച്ചോണ്ടിരുന്നത്? അനുഗ്രഹം എന്ന് പറഞ്ഞത്, അതായത് അരുന്ധതി മേഡത്തിന്റെ മകള് ഇഷിതയുടെ വീട്ടിലായിരുന്നല്ലോ നിൽക്കുന്നുണ്ടായിരുന്നത് കുറച്ചു ദിവസം. അത് അവരുടെ മറ്റവളും കൂടി നിൽക്കുന്നുണ്ടല്ലോ, ഇഷിതയുടെ വല്യമ്മയുടെ മോള് സുചിത്ര. അതെ, ഈ സുചിത്രയും വിനോദം തമ്മില് ഒരു ബന്ധം ഉണ്ടെന്നേ, പ്രണയബന്ധം. അതിനിടയ്ക്ക് അങ്ങനത്തെ ഒരു പ്രണയബന്ധം ഉണ്ടോ? അതെ, അത് മാത്രല്ല, ആ ബന്ധത്തിൽ അവൾ പ്രഗ്നന്റും ആയിരുന്നു. പിന്നെന്തോ അബോർട്ടൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രല്ല, ഈ കേരള ചാപ്റ്റർ കൈവിട്ടു പോയി കഴിഞ്ഞാൽ മഹേഷ് ജീവനോട് ഉണ്ടാവില്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് കേരള ചാപ്റ്റർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വിനോദ് ഈ അനുഗ്രഹനെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചേന്ന്. ഓഹോ, അപ്പൊ കേരള ചാപ്റ്ററിന് വേണ്ടി അവനവന്റെ അനിയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇത് മാത്രല്ല, ഈ വിനോദ് സുചിത്ര അടുത്ത് പറയാണ്, അഥവാ അനുഗ്രഹനെ വിവാഹം കഴിച്ചാലും സുചിത്രനെ കൈവിടില്ലെന്ന്. മനസ്സിലായോ? അനുഗ്രഹനെ വിവാഹം കഴിച്ച് അവൻ ദില്ലിക്ക് പോകും. പക്ഷെ കേരളത്തിന് വല്ലൊരു ചിന്ന വീടുണ്ട്. ആരുടെ വീട്? സുചിത്രയായിട്ടുള്ള ബന്ധം. ആ ബന്ധം അവൻ കളയത്തില്ലെന്ന്. മാത്രല്ല, ഇന്നലെ സുചിത്ര ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇഷിതയുടെ ദേ, ഇനി എങ്ങാനും ആ വിവാഹം നടന്ന ചിലപ്പോൾ കൈ നരമ്പ് മുറിക്കുമെന്നോ ഉദരത്തിൽ കെട്ടിത്തൂങ്ങി ചാവുമെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വിവാഹ നിശ്ചയം മുടങ്ങിയ അവൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇവളും അതുപോലെ തന്നെ വിനോദും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ കാര്യം അരുന്ധതി മേഡത്തിനോ അനുഗ്രഹക്കോ ഒന്നും അറിയില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം മുടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അരുന്ധതി മേഡം ഇങ്ങനെയുള്ളൊരു പയ്യനെ മോളെ കൊണ്ട് കെട്ടിക്കോ? ഒരിക്കലും ഇല്ല. അത് നീ പറഞ്ഞ ശരിയാണ്. കൊള്ളാം, ഇത് നല്ല അടിപൊളി ന്യൂസ് തന്നെയാടാ. ഇത് ചൂടോടുകൂടി തന്നെ അരുന്ധതി മേഡത്തിന്റെ ചെവിയിലേക്ക് എത്തിക്കണം. അപ്പൊ അവരുടെ വിശ്വാസവും കിട്ടും. അത് മാത്രല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഇഷിതയാണെന്നുള്ള കാര്യം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആക്കിക്കോളാം. ഈ വിവാഹ നിശ്ചയം മുടക്കാൻ കാരണക്കാരി ഇഷിതയാണെന്ന് ഞാൻ എന്റെ ഭാര്യയുടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. അവളത് വിശ്വസിച്ചോളും, അവളത് വീട്ടിൽ അവതരിപ്പിച്ചോളും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയില്ല. ഇഷിതയുടെ പേരിൽ ഈ കുറ്റങ്ങളാവുള്ളൂ. കൊള്ളാടാ, ഈ നല്ല ന്യൂസ് തന്നെയാണ്. നീ എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടങ്ങുമ്പോ തയ്യാറായിരുന്നോ? നീ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്നെ പറഞ്ഞത്. അവിടെ നിനക്ക് ഞാനൊരു ആശ്രമം പണി തരാം. ഓ, താങ്ക് യു സർ എന്ന് പറയാണ്. എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാടാ നീ എത്തിച്ചേക്കുന്നത്. നീ ഒരു മന്ദബുദ്ധിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, നീ നല്ല ബുദ്ധിമാൻ തന്നെ. എന്തായാലും കേരള ചാപ്റ്റർ കൈവിട്ട് പോയി തന്നെ മഹേഷ്. നീ നാളെ ഒരു പിടി ചാരാകാൻ പോവാ എന്ന് ആകാശ് പറയുമ്പോ കൈലാസ് പറയുന്നുണ്ട്, ആ ചാരം കുറച്ചെടുത്ത് തൊട്ട് എന്റെ നെറ്റിയിലേക്ക് ഞാൻ തൊടും, എന്നിട്ട് എന്നെ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കയറും. സൂപ്പർ എന്ന് ആകാശ് പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് കാണിക്കണം നമ്മുടെ സ്വപ്നവലിനെയും അതുപോലെ തന്നെ രാമനാഥനെയായിട്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നവലി പറയണ്ടേ, എന്തായാലും ഇതൊക്കെ വലിയ മഹാഭാഗ്യം തന്നെയായിട്ടാ രാമ ഞാൻ കാണുന്നത്. എന്തായാലും മോന്റെ വിവാഹ നിശ്ചയ സമയത്ത് രാമൻ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിയല്ലോ. അതെ, എന്തായാലും നല്ലൊരു നമ്മൾ എന്തൊക്കെ വിചാരിച്ച വിനോദിനെ കുറിച്ച്, നമ്മൾ പടിയടിച്ച മകനല്ലേ, പക്ഷെ അവൻ വന്ന മാറ്റം കണ്ടില്ലേ? അരുന്ധതി മേഡത്തിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ സ്വഭാവം കൊണ്ടിട്ട് അവരൊക്കെ അവന് ഇഷ്ടപ്പെടുന്നത്. അതേ രാമ, എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി രാമന്. രാമൻ പഴനി പോയതിന്റെ നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേന്ന്. എന്തായാലും പഴനി പോയതിന്റെ ഗുണം മനസ്സിലായില്ലേ? അതെ അതെ, പഴനി പോയത് കൊണ്ടിട്ടാണല്ലോ എനിക്ക് തന്നെയും കിട്ടിയത്. അവിടെ വെച്ചിട്ടാണല്ലോ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. എന്റെ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പോഴേക്കും അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട് കേട്ടോ. ദേ മോൻ വന്നല്ലോ. എന്തായി മോനെ, ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടമ്മ. അച്ഛാ, ഇവിടത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ തന്നെയാണ് റിസപ്ഷൻ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹ നിശ്ചയത്തിന് നമ്മൾ പോയാൽ മാത്രം മതി, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും.
നോക്കിക്കോളൂ. അപ്പൊ അരുന്ധതി മേഡൊക്കെ എത്തിയോ? അവരും അവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉച്ചയ്ക്ക് തന്നെ എത്തി. ഹോട്ടലിലാ സ്റ്റേ ചെയ്തേക്കുന്നത്. എല്ലാവരും ഉണ്ടച്ചാ. നാളത്തെ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ചാപ്റ്റർ എന്റെ കൈകളിലേക്ക് കിട്ടുവച്ചാ. എനിക്ക് അതാ ഏറ്റവും വലിയ സന്തോഷം. കൊള്ളാടാ, നല്ല നല്ല ബന്ധങ്ങൾ കിട്ടിയ ഇങ്ങനെയാണ്. നല്ല നല്ല കാര്യങ്ങൾ ഉടനെ വന്നു ചേരും എന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷിന്റെ ഫോൺ ബെല്ലടിക്കുവാട്ടോ. മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട്. ആ അമ്മേ, ദേ അരുന്ധതി മേഡം വിളിക്കണത്. ആ ഫോൺ എടുക്കടാ. നാളെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ എന്തിനാ പറയാൻ വേണ്ടി വിളിക്കായിരിക്കും. ഹലോ ഹലോ അരുന്ധതി മേഡം. മഹേഷ്, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, പ്രശ്നമുണ്ട്. നാളെ നടത്താനെന്ന വിവാഹ നിശ്ചയം നടക്കില്ല. ഏ, വിവാഹ നിശ്ചയം നടക്കില്ലെന്നോ? മേഡം എന്തൊക്കെയാ മേഡം പറഞ്ഞത്? ഞാൻ കുറച്ച് വ്യക്തമായിട്ട് വേണമെങ്കിൽ പറയാം. മഹേഷിന്റെ അനിയൻ വിനോദും എന്റെ മകൾ അനുഗ്രഹം തമ്മിൽ നാളെ നടത്താനിരുന്ന വിവാഹ നിശ്ചയം നടക്കില്ല. ഞങ്ങൾ എല്ലാരും ഇപ്പൊ തന്നെ ദില്ലിയിലേക്ക് പോകുകയാണ്. ഈ വിവാഹ നിശ്ചയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ വിവാഹ നിശ്ചയം നടക്കില്ലെന്ന് പറയാൻ എന്താ കാരണം? അതൊന്നും മഹേഷിനോട് പറയാൻ എനിക്കിപ്പോ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാം. നാളെ വിവാഹ നിശ്ചയം നടക്കില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാട്ടോ അരുന്ധതി. അത് കേൾക്കുമ്പോ തന്നെ മഹേഷ് ആകെ ഷോക്കായ പോലെ ആവാണ്. അപ്പോഴേക്കും അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. മഹേഷ്, നാളെ വെക്കാനുള്ള മുല്ലപ്പൂ വാങ്ങിച്ചോ? മുല്ലപ്പൂ അല്ല, ഒരു റീത്താ ഞാൻ വാങ്ങിക്കാൻ പോണത് എന്റെ നെഞ്ചത്ത് വെക്കാനായിട്ട്. എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണത്? അപ്പോഴേക്കും അച്ഛൻ പറയണ്ട്, എന്താ മോനെ, എന്താ അവര് പറഞ്ഞത്? അരുന്ധതി മേഡം മോനോട് എന്താ പറഞ്ഞത്? പറ മോനെ എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് ആകെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നാളത്തെ വിവാഹ നിശ്ചയം മുടങ്ങി. അവര് മോളെയും കൊണ്ട് ദില്ലിയിലേക്ക് പോയി. എന്താ മോനെ, എന്താ കാരണം എന്ന് പറയുമ്പോഴേക്കും എനിക്കറിയില്ല, വിവാഹ നിശ്ചയം മുടങ്ങി. ആരും ഇതിന് പിന്നിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എന്റെ ബിസിനസ് പോയി. ഇനി ഞാൻ ഇതിനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ മഹേഷ് പറയാണ്. പെട്ടെന്ന് മഹേഷ് ഇന്ന് രാവിലെ നടന്ന സംഭവം ആലോചിക്കാട്ടോ. ഇഷിതെ സുചിത്രടുത്ത് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മഹേഷ് ആലോചിക്കുകയാണ്. ഇഷിത ചോദിക്കണ്ട്, എന്താ മഹേഷ് അവരെന്താ പറഞ്ഞത്? പറഞ്ഞത് എന്താന്ന് ഇനി തനിക്ക് അറിയണോ? വിവാഹത്തിന് നിശ്ചയത്തിന് അവർക്ക് താല്പര്യമില്ലെന്ന്. ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് എന്റെ കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് താനല്ലേ? താനാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കുകയാണ്. മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത്? മഹേഷിന്റെ കൂടുള്ളത് ഞാനാണ്. അപ്പൊ ഞാനെന്റെ വിവാഹ നിശ്ചയം മുടക്കിയതാണോ മഹേഷ് പറഞ്ഞത്? എനിക്കിവിടെ നിന്നല്ലേ ഭ്രാന്ത് പിടിക്കും. കൂടെ നിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചതിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. മഹേഷ് പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവേലി ഇഷിതടുത്ത് പറയണ്ട്, എടി എന്റെ മകൻ നിന്റെ നേരെ വിരൽ ചൂണ്ടിയില്ലെന്നേ ഉള്ളൂ. സത്യമായിട്ട് നീയല്ലേ വിവാഹം മുടക്കിയത്? ഞാനെന്തേ വിവാഹം മുടക്കുന്നത്? അതെ, നീ തന്നെയാ മുടക്കിയത്. ഞങ്ങക്ക് മനസ്സിലായിടി. നിനക്ക് സഹിക്കുന്നില്ല വിനോദിന് നല്ലൊരു ബന്ധം കിട്ടിയത്. നിന്റെ അനിയത്തിനെ കെട്ടിയില്ലല്ലോ. അതിന്റെ കുശുമ്പാ നിനക്ക്. നീ തന്നെയാ വിവാഹം മുടക്കിയത്. നീ തന്നെയാടി വിവാഹിയത് എന്ന് പറയണം. അച്ഛാ, എനിക്കൊന്നും അറിയില്ല അച്ഛാ എന്ന് ഇഷിത പറയുമ്പോഴേക്കും പറയണ്ട, മോളെ എനിക്കെല്ലാം അറിയാം. മോളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. സ്വപ്നം, ദേ വെറുതെ അവളെ കുറ്റക്കാരിയാക്കരുത്. നീ വരാൻ നോക്കിയേ. ഇവള് തന്നെയാ രാമ വിവാഹ നിശ്ചയം മുടക്കിയത്. സ്വപ്നം നിന്നിട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിനെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ്ട് രാമനാഥൻ. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ വേഗം തന്നെ കൈലാസ് ആകാശിനെ വിളിക്കുന്നുണ്ട്. ഹലോ ആകാശ് സർ. കൈലാസ്, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ? അതെ, കേരള ചാപ്റ്റർ പൊട്ടിപ്പോയി. പൊട്ടിപ്പോയിന്നോ? അപ്പോ ആ വിവാഹ നിശ്ചയം മുടങ്ങിയോ? വിവാഹ നിശ്ചയം മുടങ്ങി. അരുന്ധതി മേഡം മോളൊക്കെ എപ്പോഴേ ദില്ലിയിൽ പോയി. ഇനി ഒരു വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല. മഹേഷിന്റെ കയ്യിൽ നിന്ന് കേരള ചാപ്റ്റർ പോയും ചെയ്തു. കൊള്ളാം, അടിപൊളി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് ആണെങ്കിൽ ദേഷ്യം കൊണ്ട് മാഷിന്റെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് പോവാട്ടോ. അവിടെ മാഷുണ്ട്, അതുപോലെ തന്നെ പ്രിയാമണി ഉണ്ട്, അതുപോലെ തന്നെ സുചിത്രയുണ്ട്. സുചിത്രയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് മഹേഷ്, അതെ നീ പുള്ളുകൊണ്ട് ചിരിക്കല്ലേടി വിവാഹ നിശ്ചയം മുടങ്ങിയോണ്ട്. നിനക്ക് സന്തോഷമായാലോ അല്ലേ എന്ന് പറയുമ്പോ സുചിത്ര കരയാട്ടോ. എല്ലാരും സന്തോഷിച്ചോ? എന്റെ ബിസിനസ്സും പോയി, എല്ലാം പോയി. ഇനി മഹേഷ് ചന്ദ്രൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകാണ്. ഇഷിത വിനോദിനോട് പറയുന്നുണ്ട്, ഇതിനെ പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് വിനോദ് എന്ന് പറയുമ്പോ വിനോദ് പറയണ്ട, അതെ വിവാഹ നിശ്ചയം മുടക്കാൻ വേറെ ആരോ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ആരാന്ന് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ആകാശ് വേഗം തന്നെ മഹേഷിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മഹേഷ്, വിവാഹ നിശ്ചയം മുടങ്ങിയല്ലേ? കേരള ചാപ്റ്റർ കൈവിട്ടു പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ മഹേഷിന്റെ കാര്യം മനസ്സിലായി. ഇതിന് പുറകിൽ വിനോദല്ല, സോറി ആകാശാണെന്ന സത്യം മഹേഷിനെ മനസ്സിലായിട്ട്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.